രാജ്യത്ത് വിവാഹ രജിസ്ട്രേഷനുകളിൽ ഉണ്ടായ ഗണ്യമായ കുറവിൽ ആശങ്ക പങ്കുവച്ചിരിക്കുകയാണ് ചൈനീസ് സർക്കാർ. വിവാഹ രജിസ്ട്രേഷനിൽ കഴിഞ്ഞ വർഷം 20% ഇടിവുണ്ടായതായാണ് അധികൃതർ പറയുന്നത്. 6.1 ദശലക്ഷം ദമ്പതികൾ മാത്രമാണ് കഴിഞ്ഞ വർഷം വിവാഹിതരായത്. മുൻവർഷത്തിലിത് 7.68 ദശലക്ഷമായിരുന്നു. രാജ്യത്തെ ജനസംഖ്യ കുറയുന്നതിനെ ചെറുക്കാൻ വിവാഹത്തെയും കുട്ടികളുടെ ജനനത്തെയും സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നതിനിടെയാണ് വിവാഹ രജിസ്ട്രേഷനിൽ ഗണ്യമായ കുറവ് രേഖപ്പെടുത്തുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജനസംഖ്യയുള്ള ചൈനയിൽ വലിയൊരു വിഭാഗവും വാർദ്ധക്യത്തിലേക്ക് കടക്കുകയാണ്. ഏകദേശം 300 ദശലക്ഷം പൗരന്മാരാണ് ഇപ്പോൾ ചൈനയിലുള്ളത്. അടുത്ത 10 വർഷത്തിനുള്ളിൽ വിരമിക്കൽ പ്രായത്തിലെത്തുന്ന ജനസംഖ്യ US ജനസംഖ്യയ്ക്ക് തുല്യമാണ്. 1980 മുതൽ 2015 വരെ രാജ്യത്ത് നിലനിന്നിരുന്ന ഒറ്റക്കുട്ടി നയവും ദ്രുതഗതിയിലുള്ള നഗരവൽക്കരണവും കാരണം ജനന നിരക്ക് പതിറ്റാണ്ടുകളായി കുറയുകയാണ്. ഈ ആശങ്ക പരിഹരിക്കുന്നതിനായി വിവാഹത്തെയും കുട്ടികളെ പ്രസവിക്കുന്നതിനെയും പ്രോത്സാഹിപ്പിക്കുന്നതിന് അധികാരികൾ വിവിധ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. വിവാഹം, പ്രണയം, ജനനം, കുടുംബം എന്നിവയെക്കുറിച്ചുള്ള നല്ല കാഴ്ചപ്പാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് സ്നേഹവിദ്യാഭ്യാസം നൽകണമെന്ന് ചൈനീസ് അധികാരികൾ കഴിഞ്ഞ വർഷം കോളേജുകൾക്കും സർവകലാശാലകൾക്കും നിർദ്ദേശം നൽകിയിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം 2.6 ദശലക്ഷത്തിലധികം ദമ്പതികൾ വിവാഹമോചനം നേടിയിരുന്നു. ഇത് 2023 അപേക്ഷിച്ച് 1.1% വർദ്ധിച്ചതായാണ് കണക്കുകൾ വെളിപ്പെടുത്തുന്നത്. യുവജനങ്ങൾക്കിടയിൽ വിവാഹം, ജനനം, കുടുംബമൂല്യങ്ങൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.